ഹായ് ഹലോ നമസ്കാരം. മലയാളി കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ പോകണം നമ്മൾ. ഫ്രൂട്ടി എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഞാനൊരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തലപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പില്ലർ വെച്ചിട്ട് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി മാറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിനൊന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് അതിനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതിന് ഞാൻ അതങ്ങനെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണോ, എല്ലാം കട്ട് ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു പഴുത്ത മാങ്ങ എടുക്കുന്നുണ്ട്. ഞാൻ 2 പഴുത്ത മാങ്ങ എടുക്കുന്നത്. അത് ഇതുപോലത്തെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഞാൻ ഇതൊരു ഭംഗിക്ക് വേണ്ടി നോക്കിയതാണ്ടോ. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. നമ്മൾ ഈ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ടി വിയിൽ മൊബൈലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതാണ്, ഇതുപോലെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയല്ല കാണാൻ. ഓക്കെ, ഇനി ഞാനിതൊരു ബൗളിലേക്ക് ഇതിനെ ഒന്ന് ചെത്തിയിടുന്നുണ്ട്. അതിൻ്റെ തൊലിയൊന്നും വേണ്ട, നമുക്കത് അതുപോലെ തന്നെ ആ പൾപ്പ് മാത്രം എടുത്തിട്ടാൽ മതി. എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ആ പൾപ്പൊക്കെ ഒന്ന് നമുക്ക് ആ ബൗളിലേക്ക് ഒന്ന് മാറ്റാം. ഇനി ഫ്രൂട്ട് കഴിക്കാൻ തോന്നി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതുപോലെ ഒന്ന് കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫ്രൂട്ടി നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ പൾപ്പൊക്കെ എല്ലാം നമ്മുടെ ഈ ബൗളിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ഞാൻ പച്ചമാങ്ങ നമുക്ക് അതിലൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പഴുത്ത മാങ്ങ കൂടെ അതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളമൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചിട്ട് വരാം. ഇതാണ്ടോ, നല്ല പോലെ വെള്ളം ഒന്നും ചേർക്കാത്ത തന്നെയാണ് ഞാൻ നല്ല പോലെ ഒന്ന് അരച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ലെവലായിട്ട് നമുക്ക് ആ മാങ്ങയുടെ പൾപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇനി ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് നമ്മുടെ ഈ പൾപ്പൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് അതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഈ വെള്ളവും ആ പൾപ്പൊക്കെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾ നല്ല മധുരമുള്ള മാങ്ങയാണെന്നുള്ളത് വെച്ചാൽ പഞ്ചസാര ചേർക്കാനുള്ള കാര്യമില്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ അധികം മധുരമില്ലാത്ത മാങ്ങ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇത്രയും പഞ്ചസാര ഇട്ട് കൊടുക്കും. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഓക്കെ, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കണ്ടോ, നല്ലപോലെ മിക്സിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നാരങ്ങാനീര്, ഒരു പകുതി ചെറുനാരങ്ങാനീര് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുനാരങ്ങ ചേർത്ത ശേഷം ഇനി അധികമൊന്നും നമുക്ക് അടുപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് നമുക്കതൊന്ന് അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചൊഴിക്കാനുണ്ട്. അരിപ്പിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇതുണ്ടോ, നല്ലപോലെ അരിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇതുണ്ടോ, അരിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഫ്രൂട്ടി ഒഴിച്ച് കൊടുക്കാം. ഇതുണ്ടോ, അതിൻ്റെ തിക്നെസ് ഒക്കെ ഉണ്ടല്ലേ, നല്ല നാച്ചുറലായിട്ട് വരുന്ന അതേ ഒരു ഫീലാണ്. ഓക്കെ, കണ്ടോ. ഇനി നമ്മുടെ ഫ്രൂട്ടിക്ക് തണുപ്പിന് വേണ്ടിയിട്ടുള്ള ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്താൽ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമല്ല ഇത് ഉണ്ടാക്കാൻ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഉറപ്പായിട്ട് ഇഷ്ടമാവും. നമ്മൾ ഈ ചൂട് കാലത്തും നമ്മൾ ഈ ഇഫ്താർ സമയത്തൊക്കെ അത് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്ന വേറെ ലെവലാണ്. അധികമായി ഫ്രൂട്ടി കഴിക്കുന്ന ചങ്കിന് ഇത് അയച്ചു കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്